നമസ്കാരം. ആസ്ട്രോ വാസ്തുവിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് വൃശ്ചികം രാശിക്കാരുടെ മിഥുന മാസത്തിലെ ഫലങ്ങളാണ്. വിശാഖംകാൽ, അനിഴം, കേട്ട നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചികം രാശി. ആദ്യമായി ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. മേടത്തിൽ കുജൻ, ഇടവത്തിൽ ഗുരു, മിഥുനത്തിൽ രവി, ശുക്രൻ, ബുധൻ, കന്നിയിൽ കേതു, കുംഭത്തിൽ ശനി, മീനത്തിൽ സർപ്പൻ. ഗ്രഹസ്ഥിതി ഇങ്ങനെയാണ്. മേൽപ്പറഞ്ഞ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഫലങ്ങൾ പറയാൻ പോകുന്നത്. കുജൻ തൻ്റെ സ്വക്ഷേത്രമായ മേടത്തിൽ രാജയോഗത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ജൂലൈ 12 വരെ കുജൻ്റെ സ്ഥിതി മേടത്തിൽ തന്നെയായിരിക്കും. വൃശ്ചികം, മേടം എന്നീ രാശികളുടെ അധിപനാണല്ലോ കുജൻ. ഇപ്പോൾ വൃശ്ചികത്തിൻ്റെ 6ാം ഭാവമായ മേടത്തിലൂടെയാണ് കുജൻ സഞ്ചരിക്കുന്നത്. ഈ സഞ്ചാരം വൃശ്ചികൻ രാശിയെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. ശത്രുക്കളെ കൊണ്ടുള്ള ശല്യം ഇല്ലാതാകുന്നു. ശരീരത്തിന് ശക്തിയും സന്തോഷവും നൽകുന്നു. അസുഖങ്ങൾ സുഖപ്പെടും. ധനലാഭവും ആർഭാട സാധനങ്ങളുടെ നേട്ടവും ഉണ്ടാകുന്നു. മനസ്സിൽ നല്ല ചിന്തകൾ ഉണ്ടാകുന്നു. എല്ലാ കാര്യങ്ങളിലും വിജയം, പ്രശസ്തിയും ഉണ്ടാകുന്നു. ആരെയും കൂസാത്ത ഒരു സ്വഭാവം ഉണ്ടാകും. കടബാധ്യത തീരും. തിരിച്ചു കിട്ടാനിരുന്ന പണമെല്ലാം തിരിച്ചു കിട്ടും. ഇതാണ് കുജൻ മേടത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വൃശ്ചികം രാശിക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ. ജ്ഞാനകാരകനായ ഗുരു വൃശ്ചികത്തിൻ്റെ 7ാം ഭാവമായ ഇടവത്തിൽ സഞ്ചരിക്കുന്നു. 7ലെ ഗുരു നാനാതരത്തിലുള്ള നേട്ടങ്ങളാണ് തരുന്നത്. ആരോഗ്യവും സന്തോഷവും ഉണ്ടാകുന്നു. സർക്കാർ തലത്തിൽ ഉയർച്ച, ബുദ്ധിപൂർവമായ പ്രവർത്തനങ്ങൾ നിമിത്തം കാര്യവിജയമുണ്ടാകും. പലതരത്തിലുള്ള സുഖാനുഭവങ്ങൾ വന്നു ചേരും. വിദേശ രാജ്യങ്ങളിൽ സന്ദർശിക്കാനുള്ള അവസരമുണ്ടാകും. ബന്ധുക്കളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിയും. സന്താനങ്ങളെ കൊണ്ടും ഭാര്യയെ കൊണ്ടും വളരെ നല്ല അനുഭവങ്ങളുണ്ടാകും. സുഹൃത്തുക്കളുമായി നല്ല സൗഹൃദത്തിലാകും. വ്യവസായവും പുരോഗമിക്കും. 8ാം ഭാവത്തിൽ നിൽക്കുന്ന 3 ഗ്രഹങ്ങളാണ് ശുക്രൻ, രവി, ബുധൻ. ഇതിൽ ബുധൻ, ശുക്രൻ എന്നിവർ നല്ല ഫലങ്ങൾ തരും. രവി അത്ര നല്ല ഫലമല്ല തരുന്നത്. രവി കലഹവാസന ഉണ്ടാക്കും. വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കണം. കണ്ണിന് അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പണച്ചെലവ് ഉണ്ടാകും. അഷ്ടമത്തിലെ ശുക്രൻ വ്യവസായത്തിൽ നല്ല ലാഭം ഉണ്ടാക്കും. മനസ്സിൽ ആനന്ദം ഉണ്ടാകുന്ന കാര്യങ്ങൾ ശുക്രൻ തരും. സ്ത്രീകൾ കാരണം ധനം കയ്യിൽ വരും. ശത്രുക്കളുമായി തർക്കിച്ച് ജയിക്കും. സമ്പത്തും പ്രതാപവും ഉണ്ടാകും. അഷ്ടമത്തിലെ ബുധൻ എല്ലാവരാലും ആദരിക്കപ്പെടുന്നവനാകും. വിദ്യ കൊണ്ട് കീർത്തിയെ നേടുന്നവനാകും. സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ടവനായും വ്യാപാരത്തിൽ നിന്നും ധനം സമ്പാദിക്കുന്നവനായും ഭവിക്കും. വൃശ്ചികത്തിൻ്റെ 3ഉം 4ഉം ഭാവാധിപനായ ശനി 4ൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. കണ്ടക ശനിയാണ്. പക്ഷേ രാജയോഗത്തോട് നിൽക്കുന്ന ശനി വലിയ ഉപദ്രവം ചെയ്യുകയില്ല. കണ്ടക ശനി കാലത്ത് വേണ്ട വിധത്തിലുള്ള ക്ഷേത്ര ദർശനങ്ങൾ നടത്തിയാൽ ദോഷത്തിൻ്റെ കാഠിന്യം വളരെ കുറയും. പിന്നെ സ്ഥലം വിട്ടു നിൽക്കേണ്ടതായി വരും ഈ കണ്ടകശനി കാലത്തൊക്കെ. മാതാവിന് അസുഖം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ മാതാവിൻ്റെ ജാതകത്തിൽ അവർക്ക് നല്ല ദശാപകാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടുതലായി ദോഷമൊന്നും സംഭവിക്കുകയില്ല. വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകും. കേസ്, വഴക്ക് എന്നിവ ഒഴിവാക്കണം. ഗുരു ബലവാനായി നിൽക്കുന്നതുകൊണ്ട് യാതൊരു ദോഷങ്ങളും ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ 5ലൂടെയാണ് സർപ്പൻ സഞ്ചരിക്കുന്നത്. 5ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന സർപ്പൻ കുട്ടികൾക്ക് അസുഖം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കുട്ടികൾ പഠനത്തിൽ അശ്രദ്ധ കാണിക്കും. അവരുടെ പഠനത്തിൽ കുറച്ച് നാളത്തേക്ക് മാതാപിതാക്കളുടെ ശ്രദ്ധ ഉണ്ടായിരിക്കണം. പിന്നെ 11ലാണ് കേതു നിൽക്കുന്നത്. ലാഭസ്ഥാനത്ത് കൂടി സഞ്ചരിക്കുന്ന കേതു നല്ല ഫലങ്ങളാണ് തരുന്നത്. എല്ലാ കാര്യങ്ങളിലും ലാഭമുണ്ടാകും. ബന്ധുക്കളെ കൊണ്ട് സന്തോഷമുണ്ടാകും. ശത്രുക്കൾ ബന്ധുക്കളായിത്തീരും. വൃശ്ചികക്കൂറുകാർക്ക് കണ്ടകശനി കാലമാണെങ്കിലും ഗുരുവിനെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ, അനുകൂല ഫലങ്ങളാണ് നൽകുന്നത്. ദോഷപരിഹാരത്തിനായി ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അയ്യപ്പന് നീരാഞ്ജനം ശനിയാഴ്ച തോറും നടത്തണം. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.